എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ഈ സമരം നടക്കുന്നത്. ഓരോ സാധനങ്ങളും നിരത്തി വെച്ചുകൊണ്ട് അതിൻ്റെ വില സഹിതം പ്രദർശിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന, അത് തിരിച്ചറിയുവാൻ കഴിയുന്ന ആൾക്കാരെ പ്രത്യേകിച്ചും അത് അറിഞ്ഞ് മനസ്സിലാക്കി പോകണമെന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഈ സമരത്തിന് ഇന്ന് ആനുകാലികമായി ഏറ്റവും കൂടുതൽ പ്രശസ്തിയുള്ളൊരു സമയം കൂടിയാണിത്. നമുക്കറിയാം, തൊട്ടതിനെല്ലാം തീവലയായില്ലേ കോൺഗ്രസ് എന്ന് മുദ്രാവാക്യം വിളിച്ചിടുന്ന ഇവിടുത്തെ സഖാക്കളൊക്കെ ഇന്ന് മുദ്രാവാക്യമൊക്കെ മറന്നുപോയൊരു കാലഘട്ടത്തിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. ഇന്ന് മുദ്രാവാക്യം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ കാണുന്നത് എല്ലാം പിണറായിയാണ്, എല്ലാം ഈ നാട്ടിൽ സമൃദ്ധിയായിരിക്കുന്നു, എല്ലാം നേരെ ജീവിച്ചു പോകുന്നു എന്നുള്ള മുദ്രാവാക്യം മുഴക്കാൻ മാത്രം അറിയുന്ന ഡിവൈഎഫ്ഐ സഖാക്കളുള്ളത് നാട്ടിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുമാണ് നമ്മൾ. അത്രമാത്രം നാണം കെട്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നുപോയിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ നിങ്ങളൊന്ന് നോക്കണം. ആ ബസ്സിൻ്റെ 3 പള്ളയിലും എഴുതി തള്ളിയിരിക്കുക. എന്താ എഴുതി തള്ളിയിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കൂടെയുണ്ട്, ഒപ്പമുണ്ട്, ഒന്നിച്ച് ജീവിക്കാം, ഒന്നിച്ച് നമുക്ക് കൂടെ പോരാം, സ്നേഹിക്കാൻ ആളുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. പോരാത്തതിന് പറഞ്ഞെന്താ, നമുക്ക് 10 വർഷം കറണ്ട് കട്ടില്ലാത്ത 10 വർഷം. ഈ സർക്കാരെ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര തവണയായി ഇവിടുത്തെ സർക്കാർ ഇലക്ട്രിസിറ്റിയുടെ വില വർദ്ധിപ്പിച്ചത്? അന്നൊന്നും നിങ്ങൾക്ക് ഈ വാചകം പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നുപോയി. മറ്റൊന്ന് പറഞ്ഞത്, ലൈഫ് പദ്ധതിയിലൂടെ നിങ്ങൾക്ക് ലൈഫ് കുടുംബം ലീവ് ഞങ്ങൾ തരുന്നു, ലൈഫ് തരുന്നു എന്ന് പറഞ്ഞ് വണ്ടികളുടെ പള്ളയ്ക്ക് ഇങ്ങനെ എഴുതി വെച്ച് വിടുകയാണ്. എന്താ നിങ്ങൾ കൊടുത്തത്? ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞങ്ങൾ ഈ ഒരു ബോർഡും എഴുതി വെക്കാതെ, ഒരു പരസ്യവും നൽകാതെ, ഞങ്ങൾ ഈ സംസ്ഥാനത്ത് തലചായ്ക്കാൻ ഇടമില്ലാത്തവന് വീടുണ്ടാക്കി കൊടുത്തൊരു മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കണ്ണികളായി നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വിരൽ ചൂണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാൻ പറയുമെങ്കിൽ അത് ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് പറയൂ, സാധാരണ ജനങ്ങളോട് പറയൂ. മറ്റൊന്ന് നിങ്ങൾ പറഞ്ഞു, ഓടി നേടി എന്ന് പറയുന്നത് ഈ ട്രാൻസ്പോർട്ട് ബസിന്റെ പള്ളയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓടി നേടിയതാരാ? ഓടി നേടിയത് PT ഉഷയല്ലേ പ്രസിഡന്റ്? ഓടി വല്ലതും ഈ രാജ്യത്ത് നേടിയിട്ടുണ്ടെങ്കിൽ അത് PT ഉഷയാണ് ഓടി നേടിയത്, അല്ലാതെ ഈ ട്രാൻസ്പോർട്ട് ആയിരുന്നില്ല എന്ന് കാണണം. ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥന് പറയാമോ ഇത് നേട്ടമായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥൻ നമ്മുടെ മുന്നിലുണ്ടോ? ശമ്പളം സമയത്ത് കൊടുക്കാത്ത, പെൻഷൻ സമയത്ത് കൊടുക്കാൻ കഴിയാത്ത ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ പള്ളയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഓടി നേടി എന്ന്. മറ്റൊരു പരസ്യം ഞാൻ കണ്ടത്, കടലെടുത്താലും കടലെടുക്കാൻ പോകാത്ത വലിയൊരു ശക്തിയുണ്ട് എന്നാണ്. കടലെടുത്തപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ പോയി. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കടലെടുത്ത സമയത്ത് കടലോര മേഖലകളിൽ ഒന്ന് കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്താ കഴിയാത്തത്? ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു വാഹനം എടുത്താൽ 8.5 കിലോമീറ്റർ കടന്നു പോകുമ്പോൾ എത്താൻ പറ്റുന്ന കടൽ തീരത്തേക്ക് ഒന്ന് കടന്നു പോകാൻ കഴിയാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിനകത്തിന് സുഖിച്ചു. അവിടെ ജനങ്ങൾ ഓഖിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ, തൻ്റെ വീടുകളെല്ലാം അനുഭവിക്കാൻ തൻ്റെ സഹപ്രവർത്തകർ നഷ്ടപ്പെടുമ്പോഴും അതുവരെ ഒന്ന് പോകാൻ കഴിയാത്ത മുഖ്യമന്ത്രിയാണ് കടലെടുക്കാത്ത ദൃഢമായ പ്രതിജ്ഞ എന്ന് നമ്മളെ മുൻപിൽ പറയുന്നത്. ഇതൊക്കെ എവിടെ, ആരെ കാണിക്കാൻ? ഞാൻ മനസ്സിലാക്കുന്നത് 9 കോടി രൂപയ്ക്കാണ് ട്രാൻസ്പോർട്ടിന്റെ പള്ളയിൽ എഴുതി തുടങ്ങിയത്. എന്താണ് ആ 9 കോടി രൂപയുടെ കണ്ട അടുത്ത് എഴുതി വെച്ചിരിക്കുന്ന? കണ്ട, ഭൂമിയുടെ അവകാശികൾക്ക് ഭൂമി കൊടുത്തു എന്നാണ്. ഈ എല്ലാം ഇങ്ങനെ എഴുതി പിടിപ്പിച്ച് ഇങ്ങനെ കടന്നു പോകുന്ന ബസ്സുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആളുകൾ ആഡംബരത്തോട് നോക്കി നിൽക്കുകയാണ്, ഇതെന്തൊരു സംഭവം ഇങ്ങനെ നടക്കുന്നത് എന്ന്. തലയ്ക്ക് ചെവിട്ടില്ലാത്തവർക്ക് പലതൊക്കെ ചെയ്യേണ്ടി വരും, അത് വേറെ കാര്യം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇതിനകത്തുണ്ടോ എന്ന് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ വേറെന്തൊരു സത്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകാനുള്ള മനോധൈര്യം ഇവിടുത്തെ ഏതെങ്കിലും സഖാക്കൾക്കുണ്ടോ? എന്റെ ചോദ്യം അതേയുള്ളൂ. ഏതെങ്കിലും ഒരു സഖാവിന് ഒരു സർക്കാർ ആശുപത്രിയിൽ പോയി തന്റെ ഭാര്യയോ കുഞ്ഞിനെയോ അവിടെ കൊണ്ടൊന്ന് ചികിത്സിപ്പിക്കാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സഖാവിന് പോകാൻ കഴിയുമെങ്കിൽ സഖാവെ പോയി നോക്കാം, അപ്പോഴറിയാം വിവരം. പോയി നോക്കണം, അപ്പോഴറിയാം വിവരം. ഒരു ഡോക്ടർ ഉളുപ്പില്ലാതെ പറയുക 10 വർഷം കത്തി അകത്തിരുന്നാലും കുഴപ്പം വരില്ല എന്നല്ലേ? എന്തൊരു സംഭവമായത്! 10 വർഷം കത്തിയും കൂടെ 10 വർഷം അകത്ത് കിടന്നാലും 50 വർഷം കിടന്നാലും കുഴപ്പം വരില്ല എന്ന് പറഞ്ഞൊരു ഡോക്ടർ സേവനം കിട്ടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെയൊക്കെ ഒന്നും പറയാൻ നിവർത്തിയില്ലാത്ത, ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ ലോകം കാണാൻ കഴിയാതെ കൊന്ന നെടുമങ്ങാട് ആശുപത്രിയിലെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ കാണുമെന്ന് ഞാൻ കരുതുന്നു. ദിവസങ്ങളായില്ല.
ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. നമ്മുടെ മുഖ്യമന്ത്രി സമ്മേളനം നടത്തുമ്പോൾ അങ്ങനെ വായിൽ ആകെ കൂടി ഉദിക്കുന്ന ഒരേ ഒരു വാക്കാണ് എല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ്. ഈ കേരളത്തിൽ ഇന്ന് വരെ നടന്ന എല്ലാ സംഭവങ്ങളും ഒറ്റപ്പെട്ട സംഭവങ്ങളായതുകൊണ്ട് ആ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ എണ്ണം നമ്മൾ എടുത്താൽ ലക്ഷോപലക്ഷം എണ്ണം വരുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അതിനുത്തരം പറയാൻ ഈ മുഖ്യമന്ത്രിക്കോ ഈ എഴുതിക്കണം പവറുള്ള കേരളം, അടുത്തൊരു വണ്ടി പവറുള്ള കേരളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒത്തുചേരുമ്പോൾ പവറുള്ള കേരളത്തിൽ കൂടി കടന്നു പോകാമെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങേക്ക് ഈ ആശുപത്രിയിലേക്ക് വന്ന് തുന്നിച്ചേർക്കാനുള്ള നൂലും അതുപോലെ തന്നെ ശസ്ത്രക്രിയ നടത്തുവാനുള്ള ഉപകരണങ്ങളും വാങ്ങിച്ചു കൊടുക്കുവാൻ ഈ 9 കോടിയുടെ ഒരു അംശം മാത്രമല്ലേ നിങ്ങൾക്ക് വേണ്ടി വരുന്നുള്ളൂ. നിങ്ങൾ 10 വർഷം ഈ സംസ്ഥാനം ഭരിച്ചുവെങ്കിൽ ആ 10 വർഷത്തെ ഇത് അത്രയും എഴുതി വെക്കാൻ അതാ കിടക്കണ ക്ലീൻ സ്റ്റേറ്റ്. എന്തൊരു സ്റ്റേറ്റാണിത്! കേരളത്തിന്റെ ഏറ്റവും മനോഹരമായ ഇന്ത്യ മഹാരാജ്യത്തിന് എത്ര സംസ്ഥാനമുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയും പറയില്ല, മുഖ്യമന്ത്രിയും പറയില്ല. ആ സംസ്ഥാനത്താണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ക്ലീൻ സ്റ്റേറ്റായി പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്ന്. ഉളുപ്പില്ലേ ഇങ്ങനെ കയറിയിരുന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ? പറയണ്ടേ കേരളത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് നേട്ടം കിട്ടിയെന്ന് നിങ്ങൾ പറയണ്ടേ? ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ ജനങ്ങളായി ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഒരു ചുക്കും ഈ സംസ്ഥാനത്ത് ചെയ്തിട്ടില്ല. അത് വെല്ലുവിളിച്ച് ഞങ്ങൾ ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? നിങ്ങളേതെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു നേട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എണ്ണി പറഞ്ഞോ സഖാവേ, ഞങ്ങൾക്കതിന് എതിർപ്പില്ല. നിങ്ങൾ ആരെയെങ്കിലും കുഞ്ഞിന് പാല് കൊടുക്കാമെന്ന് വിചാരിക്കണ്ട, അങ്ങനെ അനാഥരായെന്ന് വിചാരിക്കണ്ട, അനാഥരാണ് ഇപ്പുറത്ത് നിൽക്കുന്നവരെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്ക് അതിന് കഴിയില്ല. ഒരു പദ്ധതിയെ കുറിച്ചും പറയില്ല. നിങ്ങൾ 2ാം ഘട്ട വിഴിഞ്ഞ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയല്ലോ. അവിടെ എന്തൊക്കെ ആഡംബരമായിരുന്നു. 1ാം ഘട്ടം ഉദ്ഘാടനത്തിന് ഞങ്ങൾ പോകുമ്പോൾ അവിടെ കോവളം മുതൽ അങ്ങോട്ട് തുടങ്ങിയ മുഴുവൻ ഭാഗങ്ങളിലും 2 സൈഡിലും കരിങ്കൊടിയാണ് നമ്മൾ കണ്ടത്. ഇപ്പോ ഉദ്ഘാടനത്തിന് പോയപ്പോ ഒരാളും അവിടെ കരിങ്കൊടി കെട്ടിയില്ല. കാരണം വിഴിഞ്ഞം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വത്താണ്. വിഴിഞ്ഞം ഞങ്ങളുടെ സ്വത്താണ്. റോഡെല്ലാം റെഡിയായെന്ന് നേരെ പൊക്കോ, ഓടിപ്പോ, ഒരു കുഴപ്പമില്ല. എല്ലാ റോഡും റെഡിയാണ്. കുഴപ്പമെന്താ? NH നാഷണൽ ഹൈവേയുടെ പണി നടന്നപ്പോ പറഞ്ഞു, മരുമോൻ പോയി അവിടെ നോക്കിയിട്ട് പറഞ്ഞു എല്ലാം സുഖമാണെന്ന് പറഞ്ഞു. മെനഞ്ഞാന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞതെല്ലാം എന്താണെന്ന് അറിയാമോ? അതാ സാധ്യമാണ് എല്ലാം. അതാണ് എല്ലാം സാധ്യമാവുമെന്ന് അങ്ങനെയൊക്കെ കാരണം ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് കൊള്ളയടിച്ചതെല്ലാം സാധ്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് കടന്നു പോകുന്ന മറ്റൊരു വാഹനവും നമ്മൾ കണ്ടു. അപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഒപ്പം അവൾക്കൊപ്പം ആരാടാ ഈ സംസ്ഥാനത്ത്? നിങ്ങൾ എല്ലാം പറഞ്ഞാൽ എന്റെ ശ്രദ്ധയെന്ന് പോവും. അപ്പൊ ഈ സംസ്ഥാനത്ത് സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുന്ന സർക്കാരെ ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ എത്ര സഖാക്കൾ പെൺകുട്ടികൾ ഈ കാലത്തിനിടയ്ക്ക് ആത്മഹത്യ ചെയ്തു, കേസ് കൊടുത്തു, ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു? എന്താ? സഖാക്കളുടെ തന്നെ പീഡനം സഹിക്കാൻ വയ്യാതെ, ഒളികാമറകൾ വെച്ച് പിടിച്ചവന്റെ ഒക്കെ പീഡനം സഹിക്കാൻ വയ്യാതെ ഈ സംസ്ഥാനത്ത് എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾ, സ്ത്രീകൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ വരെ ഒളിച്ചോടി പോകേണ്ട ഗതികേട് ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ട് പറയാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ്. ആർക്കൊപ്പമാ നിങ്ങൾ പറയണ്ടേ? ഇവിടുത്തെ സ്ത്രീകളെ സംരക്ഷിച്ചു എന്ന് പറയുന്ന ഇവിടുത്തെ നേതാക്കളോടും CPM-കാരോടും ഞങ്ങൾ പറയുന്നു, നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലെ സ്ഥിതി നിങ്ങൾക്കറിയാമോ? ഒരു പെൺകൊച്ചവിടെ പഠിക്കാൻ ചെന്നാൽ അവൾ 1/2 പവന്റെ ഒരു മാല അവളെ കഴുത്തിലിട്ടുകൊണ്ട് പോവില്ല. കാര്യം എന്താ? അവിടെ DYFI അവിടുത്തെ SFI-കാരൻ ചോദിക്കും ഈ ഞെട് പടയം വയ്ക്കാനെന്ന് പറയും. അങ്ങനെ പിടിച്ചു വാങ്ങിച്ചു കൊണ്ടുപോകുന്ന കേരളത്തിന്റെ യൂണിവേഴ്സിറ്റിയുടെ ചിത്രം നിങ്ങളും ഞാനും കണ്ടതാണ്. അവിടെ അനുഭവിച്ച വേദനകൾ നിങ്ങളും ഞാനും കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഏത് മേഖല എടുത്ത് നോക്കിയാലും തൊട്ട് നോക്കിയാലും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. പോത്തങ്കോട് നിന്ന് അന്തൂർക്കുളത്തോട്ട് പോകുന്നത് റോഡ് 67 കോടി രൂപയാണ് അതിന്റെ നിർമ്മാണ ചെലവ്. കഴിഞ്ഞ മാസം 23-ാം തീയതി ആ റോഡ് ഉദ്ഘാടനം ചെയ്തു. ആ റോഡ് ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയന്റെ വലിയ ഫോട്ടോയും മരുമോന്റെ അതിനേക്കാൾ വലിയ ഫോട്ടോയും സ്ഥലം മന്ത്രിയുടെ ഫോട്ടോയും ഒക്കെ വെച്ച് വലിയ ഫ്ലക്സുകൾ ആ നാട് മുഴുക്കെ നടന്നു. ഒരു വേനൽ മഴ പെയ്തു മെനഞ്ഞാന്ന്. പെയ്തു. ആ വേനൽ മഴയിൽ ആ പ്രദേശം നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സകലമാന വീട്ടിലും വെള്ളം കയറി. പരിപാവനമായ ഒരു ക്ഷേത്രത്തിലെ ഒരു അംശം പോലും വച്ചേക്കാതെ വെള്ളം കയറിപ്പോയി. ഉദ്ഘാടനം നടന്നിട്ട് 1 മാസം തികഞ്ഞിട്ടില്ല.
ഇത്രയും വലിയ ടെക്നോളജികൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കെല്ലാം അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ആ റോഡെല്ലാം റെഡിയായി എന്ന് പറഞ്ഞത്. അപ്പൊ ആ റോഡെല്ലാം റെഡിയായിരിക്കുമ്പോൾ NH പോയി ചെന്ന് നിന്നുകൊണ്ട് റോഡ് പണിയെ നിന്നുകൊണ്ട് NH റോഡ് പണിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, സെൻട്രൽ ഗവൺമെന്റ് ആരാണോ ഭരിക്കുന്നത്, നാഷണൽ ഹൈവേ റോഡുകളുടെ മെയിൻ ഫണ്ട് ചെലവാക്കേണ്ട ഉത്തരവാദിത്വം സെൻട്രൽ ഗവൺമെന്റിനാണ്. നമുക്കാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആവശ്യാനുസരണം വസ്തു എടുത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ളതാണ്. അവിടെ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, കണ്ടോ റോഡ് കണ്ടോ എന്ന് പറഞ്ഞു. അതിന്റെ ഓരോ അറ്റം തൊട്ട് ഇടിഞ്ഞു വീണപ്പോ അമ്മാച്ചനും മോനും കൂടെ ഓട്ടം തുടങ്ങിയിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ റോഡല്ല. എളുപ്പം തീർന്നില്ല റോഡ്. പറഞ്ഞു, ഇത് ഞങ്ങളുടെ റോഡല്ല, അതുകൊണ്ട് മറ്റാരെങ്കിലും റോഡാണെങ്കിൽ അത് ഇടിഞ്ഞാൽ ഞങ്ങൾ കുറ്റം ഞങ്ങൾക്ക് കുറ്റം കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ അതേ മരുമോനോടും മുഖ്യമന്ത്രിയോടും ഞങ്ങൾ പറയുന്നു, ഇവിടുന്ന് ഏകദേശം 16 കിലോമീറ്റർ മുന്നോട്ട് നടന്നാൽ നിങ്ങൾക്ക് ഈ അണ്ടൂർക്കുണത്തെ ആ റോഡൊന്ന് കാണാൻ പറ്റും. 67 കോടി രൂപയാ ഒറ്റ മഴയെ തൊലിച്ചു പോയത്. ഇതാണ് ഈ സംസ്ഥാനത്തെ വികസനം എന്ന് പറയുന്നത്. എന്താണ് സഖാവേ വികസനം എന്ന് പറയുന്നത്? ഞങ്ങൾ വികസനത്തെ കുറിച്ച് പഠിച്ചത് കിട്ടുന്ന ആനുകൂല്യം വെച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാൻ അവകാശം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. അല്ലാതെ കിട്ടുന്ന വിഹിതമെല്ലാം സഖാക്കൾക്ക് വീതിച്ചു കൊടുത്ത്, ഡിവൈഎഫ്ഐക്കാരന് വീതിച്ചു കൊടുത്ത് തെരുവ് ഗുണ്ടകളെ ഉണ്ടാക്കാനല്ല ഈ സംസ്ഥാനത്തിന്റെ ഖജനാവും പൈസയും ഉപയോഗിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഈ സമരത്തെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് നീട്ടി സംസാരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒട്ടനവധി നേതാക്കൾ ഇനി ഇവിടെ വന്നു ചേരാനും ഇതിനകത്തിരിക്കുന്നവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ടാകും. ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോഴും ഈ പ്രശ്നം ഇന്ന് ഈ സംസ്ഥാനത്ത് ഒരു തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില അപാധകൾ നമുക്കുണ്ടായില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഏകദേശം 90% ലോക്കൽ ബോഡീസും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഭരിക്കാൻ കഴിയുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ കോട്ടങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള അവസരമാണ് 10 വർഷം ഈ സംസ്ഥാനം നമ്മൾ കണ്ടത്. നിങ്ങൾക്കറിയാം, 30 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിൽ നിന്ന് കുറെ അണ്ണന്മാർ ഇവിടെയൊക്കെ വന്നില്ലായിരുന്നു എങ്കിൽ ഗോവിന്ദന്റെ യാത്ര പോയപ്പോ പറഞ്ഞത് നമ്മൾ കേട്ടു. ആ യാത്രയിൽ ചെന്ന് നിന്നുകൊണ്ട് സിന്ദാബാദ് സിന്ദാബാദ് CPM സിന്ദാബാദ്, അരിവാൾ ചുറ്റിക നക്ഷത്രം സിന്ദാബാദ് എന്ന് വിളിക്കണമെന്ന് അവനെ പറഞ്ഞു പഠിപ്പിച്ച് അവൻ എല്ലാ സിന്ദാബാദും തികയില്ല. പക്ഷെ അവൻ അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ടിട്ടുണ്ട്. അവിടെ ആ അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ടിട്ടുള്ള അവന് ഇവിടെ വന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രം കാണുമ്പോഴും അവന്റെ മനസ്സിലൊരു ഭയമുണ്ട്, ഒരു ഭയാനകമായ ചിന്തയുണ്ട്. അവിടെ ഞങ്ങൾ അനുഭവിച്ചതിന്റെ ബാക്കി ഇവിടെ വന്നാലും ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു തോന്നൽ അവന്റെ മനസ്സിലും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സംസ്ഥാനത്ത് നമുക്ക് ജീവിക്കാൻ അനുവദിച്ചുകൂടെ ഈ സർക്കാർ എന്നുള്ള ചോദ്യമാണ്. നമുക്കറിയാമല്ലോ, ഒരു ഗാന്ധി തലയുള്ള നോട്ടെടുത്ത് കുടുംബനാഥൻ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയാൽ തിരിച്ചു വരുമ്പോ ഇന്നത് തികഞ്ഞില്ല എന്ന് പറയുന്ന ഒരവസ്ഥ, ആ അവസ്ഥ മാറ്റിയെടുക്കാൻ ശ്രമിച്ച ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ തല ഉയർത്തി ഞങ്ങൾ പറയും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് പറയും. എന്താ കാര്യം? അതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇപ്പൊ അതിന്റെ പേരെന്താ പ്രസിഡന്റ്? അങ്ങനെ കുറെയൊക്കെ ചേർത്തൊരു പേര് പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരാ. അത്രയും അറിയാമോ? അത്രയും അറിയാൻ ഇപ്പം പറയണം. അപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് ഞാൻ വിചാരിച്ചിട്ട് അത്രയും സമയം ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ പഠിച്ച ഒരു പേരുണ്ട്. ആ പേരാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന. ആ പദ്ധതിയാണ് ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയില്ലാതെ ജീവിക്കാൻ, ഈ രാജ്യത്തെ ജനങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്, കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഒക്കെ ആ ഒരു വരുമാന മാർഗമായിരുന്നു എന്ന് കേരള ജനതയല്ല ഇന്ത്യയുടെ ജനതയും തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളായതുകൊണ്ട് അവരത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത ഒരു മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 10 വർഷം ഇവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കാലത്ത് വേറെ ആർക്കെങ്കിലും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ ഇതൊക്കെ. പക്ഷെ ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപയോഗമുള്ളതാണോ എന്ന് ആലോചിച്ച് ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് ആലോചിച്ച് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ഏറ്റെടുക്കണമായിരുന്നു എന്ന് ഞങ്ങൾക്ക് വിനയപുരസ്സരം ഒരു അപേക്ഷയുണ്ട്. മിസ്റ്റർ പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ മന്ത്രിയോടും വീണ ജോർജിനോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കേരളത്തിൽ തന്നെ ഉള്ളവർ തന്നെയല്ലേ? നിങ്ങൾ ഈ കേരളത്തിൽ തന്നെ ഇനിയും തെരഞ്ഞെടുപ്പിന് നേരിടാൻ തയ്യാറായി നിൽക്കുന്നവരല്ലേ? നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറയണം,
നിങ്ങൾ എന്താ പറയേണ്ടത്? ഞങ്ങൾ 10 വർഷത്തെ കത്രിക അല്ലെങ്കിൽ ഇനി ഒരു 10 വർഷം കൂടി കിടന്നാലും അതൊക്കെ ഞങ്ങൾ തിരിച്ചെടുത്ത് മാറ്റി അവിടെ വലിയ വേദനയൊന്നുമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളും നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും അടിയും വിപ്ലവവും ഒക്കെ കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്ന ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഇനി അത് കൂടുതൽ പറയണ്ട. നിങ്ങൾ അതിനെ കൂടുതൽ പറയേണ്ട അവസരം കേരളത്തിൽ ജനങ്ങൾ നിങ്ങൾക്ക് നൽകില്ല എന്നുള്ള ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ തന്നെ ഞങ്ങൾ പറയുന്നു, കേരള ജനത നിങ്ങളെ മടുത്തിരിക്കുന്നു. നിങ്ങൾ എത്ര ബോർഡ് വെച്ചാലും എത്ര വണ്ടിയിൽ നിങ്ങൾ ബോർഡ് എഴുതിയാലും ഇയാൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ആളുകൾ പുച്ഛിച്ചു തള്ളുന്ന ഒരവസ്ഥയിലേക്ക് കേരള ജനത എത്തിച്ചേർന്നിരിക്കുന്നു. അതിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ട അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുന്നു. ഇതെല്ലാം നമുക്ക് മാറ്റി പുതിയൊരു കേരളം, പുതിയൊരു ജനത, പുതിയൊരു ഭാവം, പുതിയൊരു രൂപമൊക്കെ കേരളത്തിന് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തന്നെ അതിനെ അംഗീകരിച്ചു കൊണ്ടുപോകാൻ, അതിനെ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും ഒക്കെ പ്രബുദ്ധരായ എല്ലാ വീട്ടമ്മമാരും, ഞാൻ പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ വീട്ടമ്മമാരുടെ അനുഗ്രഹവും ആശിസ്സുകളുമാണ് ഞങ്ങൾ തേടുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തിനേറെ പറയുന്നു. 10 വയസ്സായ ഒരു കുട്ടി വീട്ടിൽ നിന്നൊന്ന് പുറത്തു പോയാൽ ഇവൻ എങ്ങനെ വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുന്നു എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന, കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്ന വീട്ടമ്മമാരുടെ വേദന. അവർക്ക് ഇപ്പൊ എന്താ കേരളം ഇപ്പൊ ഉണ്ടാക്കിയെന്ന് എന്താ ലക്ഷ്മി പറഞ്ഞത്? പുതിയ വ്യവസായം. പഞ്ചായത്ത് ഉപമന്ത്രിയല്ലേ എന്നാൽ ഉദ്ഘാടനം ചെയ്ത് പുതിയ വ്യവസായം. എന്താ വ്യവസായം എന്നറിയാമോ? കുപ്പി ഇങ്ങനെ അടുക്കി നിറച്ച് വിടുക അവൻ മദ്യം. കേരളം കണ്ട ഏറ്റവും വലിയ വ്യവസായം എന്താന്ന് ചോദിച്ചാൽ അത് മദ്യത്തിന്റെ ഒരു വ്യവസായം കേരളത്തിൽ തുടങ്ങാൻ പറ്റി. പോരെ, നമ്മൾ ഈ അനുഭവിച്ചതൊന്നും പോരാ, മയക്കുമരുന്ന് പോരാ, ഇതൊന്നും പോരാ. കേരളത്തിൽ ആകെ കൂടി ഞാൻ പറയുന്നു, ഈ വണ്ടികളിലൊക്കെ ഒരു ബോർഡ് വയ്ക്കണം. കേരളത്തിൽ ഞങ്ങൾ ആകെ കൂടി നടത്തിയ ഒരു വ്യവസായം ഏത് എന്ന് ചോദിച്ചാൽ ആ വ്യവസായം മദ്യ വ്യവസായമാണ്. സീൽ ചെയ്ത കുപ്പികൾ കടന്നു പോകുന്ന ചിത്രവും കൂടി വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയാൻ കൂടി തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ, വേദനകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഇത്രയും ഒരു സമരം ഏറ്റെടുത്ത 24 മണിക്കൂർ സമയം നിരാകരണം നടത്തിക്കൊണ്ട് ഈ വേദി ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു സമരം ഏറ്റെടുത്ത ബഹുമാനിയായ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയ്ക്കും അവരോടൊപ്പം പ്രവർത്തിച്ചു തന്ന മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും ഒപ്പം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് കോൺഗ്രസ്.